ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അധികം വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ കുറച്ച് ദോശമേൽ പിടിച്ചിട്ടുണ്ട്. ദോശയും ചമ്മന്തിയാണ് ഇന്നത്തെ മെയിൻ. അപ്പോൾ ഇന്ന് ഞാൻ ബൺ പോലെക്കാണ് ദോശ ഉണ്ടാക്കുക. ചില ദിവസം എനിക്ക് അങ്ങനെ ഓരോ ദിവസം ഓരോ മൂടാണ്. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ നൈസ് ദോശ കഴിക്കാൻ ഇഷ്ടമാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത്തിരി മാത്രം പരത്തിയിട്ട് അതിങ്ങനെ ബണ്ണ് പോലെ പൊങ്ങി വരുന്നു, അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പച്ചക്കറികളൊന്നും ഇരിപ്പില്ലാത്തതുകൊണ്ട് സാമ്പാറിനെ ഞാൻ അങ്ങനെ ലോനിച്ചില്ല. ഇന്ന് അങ്ങനെ ചമ്മന്തിയും ദോശയാണ് ഇന്നത്തെ മെയിൻ. അപ്പോൾ ഇന്ന് നമുക്ക് അധികം വലിയ പരിപാടികളൊന്നും ഇല്ല. ചേട്ടൻ്റെ വീട്ടിൽ വരെ പോകണം. 2 ദിവസം കഴിഞ്ഞാൽ അവിടെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയതാണ്. എഡിറ്റ് ചെയ്തും വെച്ചിട്ട് ഞാനിത് മറന്നുപോയി. സൗണ്ട് കൊടുക്കാനൊന്നും ഞാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ആറും ഇന്ന് ഓർമ്മിപ്പിച്ചപ്പോഴാണ് അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ അമ്മ ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെ ദോശ ഒരു സൈഡിൽ കൂടെ ആവുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ കൂടെ നമ്മൾ കഞ്ഞി വെക്കുന്ന പരിപാടിയിലോട്ടും കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ രാവിലെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. തിരിച്ച് ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴേ വരുന്നില്ലേ എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ കഞ്ഞിക്കൊക്കെ വെള്ളമൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി വെക്കാൻ ഒരു സാധനം ഇടില്ല. പച്ചക്കറിയൊക്കെ ഓൾറെഡി ഞാൻ തീർത്തിട്ടുണ്ട്. കാരണം 2 ദിവസം നമ്മളിനി അവിടെ ആണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് ഞാനിങ്ങനെ വാങ്ങിച്ചിട്ട് വാട്ടിക്കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ മീനൊന്നും ഇരിപ്പും ഇല്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ ഞാൻ വെച്ചെന്നാൽ ആദ്യം ഫസ്റ്റ് തന്നെ ചോറിൻ്റെ പരിപാടികൾ തുടങ്ങാം. അപ്പോൾ ചോറ് വെന്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കറി വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കടയിൽ പോവാം, ഉള്ളി തീയിൽ വെക്കാമെന്നൊക്കെയാണ് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത്. അതിനാണ് ഞാൻ രാവിലെ ഒരു തേങ്ങ പൊട്ടിച്ചൊക്കെ എടുത്തത്. അപ്പോൾ ചേട്ടൻ ആദ്യം ഒരു തേങ്ങ പൊതിച്ചുകൊണ്ട് തന്നാണ് കേട്ടോ. ചേട്ടൻ അത് പറയണം, 30 രൂപ കൊടുത്ത് വാങ്ങിയ തേങ്ങ ആണിത്, കണ്ടോന്ന്. പക്ഷെ നെയ്യ് തേങ്ങയ്ക്ക് കൊള്ളാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അച്ഛനും മക്കളോട് അടുത്ത മാസം പോകുന്നുണ്ട്. അപ്പോൾ നെയ്യ് തേങ്ങ നിറയ്ക്കാം, അതവിടെ വെച്ചേരേന്ന് പറഞ്ഞ് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞത് മാറ്റി ഞാൻ വെച്ച് കേട്ടോ. വേറെ തേങ്ങ വീണ്ടും പൊതിച്ച് തന്നപ്പം അത് ഞാനിങ്ങനെ തിരുമ്മിയിട്ട് നമുക്ക് ചമ്മന്തിക്കും വേണമല്ലോ. അപ്പോൾ ഇന്ന് ഒത്തിരി നാളായി ഇവിടെ ചുമന്ന കളർ ചമ്മന്തി അരച്ചിട്ട്. മിക്കവാറും വെള്ള ചമ്മന്തിയാണ്, അല്ലെങ്കിൽ സാമ്പാറാണ് കേട്ടോ. കൂടുതലും സാമ്പാറാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്കും കാശിക്കും തക്കാളി ചമ്മന്തി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അതും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിവിടെ അച്ഛനും മോക്കും അത്ര ഇഷ്ടമില്ല, ഞങ്ങൾ മാത്രമാണ് അത് കഴിക്കാറ്. അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് കടുക് വറുക്കാനും വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദോശയുടെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ദോശ അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ടൊക്കെ കൊടുക്കുക. ചിലപ്പോൾ ഒരിത്തിരി മൊരിവ് കൂടിപ്പോവും കേട്ടോ. എനിക്കൊത്തിരി ദോശ മൊരിയുന്നത്, ഈ ദോശ ഒത്തിരി മൊരിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഭയങ്കര ഹാർഡായിപ്പോവും, ഇച്ചിരി ബൺ പോലൊക്കെ ഇരിക്കുന്നതുകൊണ്ട്. എൻ്റെ കറിവേപ്പില മണ്ട നുള്ളി ഇപ്പോൾ അത് മുട്ട അടിച്ച പോലെ നിർത്തിയേക്കുവാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് കറിവേപ്പിലൊക്കെ കൊടുത്ത് വിട്ടാണ് കേട്ടോ. പക്ഷെ അത് ഞാൻ ടിന്നിലിട്ട് വെക്കാനിരുന്നതുകൊണ്ട് അതങ്ങ് ഉണങ്ങിയിട്ട് ഒരുമാതിരി എങ്കിലും ഞാനതെല്ലാം എടുത്ത് കറിയിലിട്ട് തീർക്കുന്നുണ്ട് കേട്ടോ. ആഡംബരത്തിന് ഒട്ടും കുറവ് വേണ്ട, അന്ന് കറിവേപ്പില ഇട്ട ടേസ്റ്റ് കൂടുന്ന ആരോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു റിലേ ഇല്ലാതെ നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. നമുക്കൊന്നും ആസ്വദിക്കാനോ സന്തോഷിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ സന്തോഷം കൂടിയിട്ടാണോ ഒന്ന് ചിരിക്കാൻ പോലും മറന്നുപോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, അറിഞ്ഞുകൂടാ. അങ്ങനെ നമുക്കൊന്നും അങ്ങനെ ആസ്വദിക്കാനോ ഒരു ഫുഡ് പോലും സമാധാനത്തെ കഴിക്കാനോ സന്തോഷത്തെ ഇരിക്കാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല. സന്തോഷം ഉള്ളിനുള്ളിലുണ്ടെങ്കിൽ അത് പുറമേ ഒന്നും കാണിക്കാൻ പോലും എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പം ഇത് നമുക്ക് ആഘോഷിക്കണം, നമുക്ക് സന്തോഷിക്കണം. ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇനി ഇല്ല അടുത്തെങ്ങും. അപ്പോൾ പാറുവിനെ എൻ്റെ ഇടയ്ക്ക് വിളിച്ചുണർത്താം കേട്ടോ. അങ്ങോട്ട് പോകണമെങ്കിൽ ഇതാണ് ഏറ്റവും എൻ്റെ വലിയ ടാസ്ക്. പാറു രാവിലെ കൊണ്ടുവിടണമെന്നൊക്കെ ഇന്നലെ പറഞ്ഞാണ്. വല്യപ്പോൾ ഇവിടെ വന്നപ്പോൾ പാറു പറഞ്ഞ രാവിലെ ഞാൻ വരാമെന്ന്. പക്ഷെ നേരം വെളുത്തപ്പോൾ പാറുവിൻ്റെ വിധം മാറി. അച്ഛൻ പറഞ്ഞ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞാനിപ്പോൾ പോകുന്നില്ലെന്ന്. അത് ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ വീണ്ടും പോയി കിടന്നു. പിന്നെ ഞാനിവിടെ വീണ്ടും വിളിച്ച്, കാരണം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഒരുങ്ങി വരാതെ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കാശി ഇടയ്ക്ക് വേണമെങ്കിൽ സൈക്കിളിൽ അങ്ങ് പോകും. അപ്പോൾ അവനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അവൻ്റെ എന്തോ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവൻ നോക്കുക കേട്ടോ. പിന്നെ കോഴി പിള്ളേരെയൊക്കെ ഞാൻ അഴിച്ചൊക്കെ വിട്ടേക്കുവാണ്. അപ്പോൾ അവരവിടെ കാക്കിരിയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ തിന്ന ദിവസം ഇങ്ങനെ കഴുകും കേട്ടോ. കഴുകിയിട്ട് അത് തുടച്ചിടും. കുട്ടു ഇങ്ങനെ ഇറക്കി വിട്ടേക്കുന്നത് കൊണ്ട് അവൻ കയറും എന്നൊക്കെ ഉള്ള ഒരു പേടിക്കാണ് ഞാൻ ദിവസവും രാവിലെ അത് കഴുകി ഉണങ്ങിയിട്ടാണ് പാത്രങ്ങളൊക്കെ അവിടെ പെറുക്കി അടുക്കി വെക്കുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ പാത്രം ഉണങ്ങുന്ന മെഷീനാണെന്നത്. നല്ല വെയിലാണ് കേട്ടോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല വെയിലാണ്. അപ്പോൾ അങ്ങനെ ചില ദിവസം എനിക്കും പണിയും കിട്ടാറുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് പാറു ഹസ്കി ഡാൻസ് കളിക്കാണ്ട്. ആദ്യം പാറു കളിച്ച്, അപ്പോൾ വീഡിയോയ്ക്കകത്ത് പാറുവിനെ കിട്ടിയില്ല. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ വീണ്ടും പാറു ഇങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വന്നിട്ട് വീണ്ടും കളിച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ മീനില്ല കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചൊക്കെ നിന്നപ്പോൾ ചേട്ടൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്ന് ഒരു സിലോപ്പിയ കൊണ്ടുവന്നു. അവിടുത്തെ അമ്മ ഇത് പിടിച്ചാണ് അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ അത് ഇനി അവർക്ക് 2 ദിവസം
വെജിറ്റേറിയൻ ആണ്, അവർക്ക് പൂജയൊക്കെ കഴിയുന്നിടം വരെ അങ്ങനെ മീനോ ഇറച്ചിയൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങ് കൊണ്ടു തന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ വാതിലിൽ മീൻ വന്നപ്പം CD എന്ന് പറയും നമ്മുടെ അടുത്ത്, അത് വാങ്ങിച്ച്. അപ്പം CDക്ക് ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി അരച്ച് വെച്ചിട്ടാണ് മീൻ വെട്ടാൻ പോയത്. മീൻ വെട്ടൽ കുറച്ച് നേരത്തെ പണി ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് ഇതെല്ലാം പണി ചെയ്തിട്ട് പോകാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് അടുപ്പിൽ വെക്കാമല്ലോ. അപ്പം അത്രയും സമയം ലാഭിക്കാം. എനിക്ക് പെരയൊക്കെ തൂത്തൊക്കെ തുടയ്ക്കാനും ഒക്കെ ഉണ്ട്, കുറേ സമയം അങ്ങനെ അതിന് പോവും. ക്ലീൻ ചെയ്തൊക്കെ 2 ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വീടാകെ തല്ലിപ്പൊളിയാവും. അതുകൊണ്ട് ഞാൻ തുടച്ച് തൂത്ത് എല്ലാം ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം അതിന് അങ്ങനെ മീൻ കറി ഒക്കെ നമ്മൾ ഒരു കോണിക്കൂടെ സെറ്റാക്കി അടുപ്പിലൊക്കെ വെച്ചപ്പോൾ ഇരുമ്പം പുളി കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇരുമ്പം പുളിക്ക് ശീമപ്പുളി അങ്ങനെ 2 പേര് പറയും കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കറി വെക്കാൻ പെട്ടെന്നാണ് ഞാനത് ഓർത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിട്ട് കറിയൊക്കെ വെക്കുന്നത്. ചേട്ടൻ അത് ഇഷ്ടമല്ല. മാങ്ങ ഇട്ട് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എനിക്കതുകൊണ്ട് ഇത് ഭയങ്കര ടേസ്റ്റായിട്ടൊക്കെ തോന്നി കേട്ടോ. മീൻ ഇതുവരെ കഴിച്ചത് നല്ലതായിട്ടൊക്കെ തോന്നി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സിലോപ്പിയൊക്കെ വെട്ടിയെടുത്ത് അതൊരു യുദ്ധമായിരുന്നു എൻ്റെ. അതിങ്ങനെ കിളുകളാ തെറ്റുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. അത് ഇച്ചിരി വലുതാണ്. അതിനെ ഞാൻ കിടത്തിയും ഇരുത്തിയൊക്കെ ഞാൻ വെട്ടി കഷ്ണങ്ങളൊക്കെ ആക്കി ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് വറക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ മീനുകൾ ഇവിടുത്തെ ചേട്ടന് ഭയങ്കര ഇഷ്ടം വറക്കുന്നതാണ് കേട്ടോ. നീർമീനായാലും ഇങ്ങനെയുള്ള മീനുകളൊക്കെ പൊതുവേ വറക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ എല്ലാം അങ്ങ് അടുപ്പിൽ പെട്ടെന്ന് വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നല്ല, സമയം എന്തോ 1 മണി എന്തോ ആയിട്ടുണ്ട്. കാരണം മീൻ വെട്ടി നമുക്ക് കുറേ സമയം എടുത്ത്. കാരണം ഈ മീൻ ക്ലീൻ ചെയ്യാൻ കുറേ എടുക്കും കേട്ടോ. അതിങ്ങനെ വെളുത്ത് ഇങ്ങനെ ഇളകി വന്നുകൊണ്ടേയിരിക്കും. അത് ഞാൻ കുറച്ച് നേരം പിച്ചാത്തിക്കൊക്കെ ചിരണ്ടി പിന്നെ ഞാൻ കല്ലേ കൊണ്ടിട്ട് ഉരച്ച് അങ്ങനെയൊക്കെ കഴുകി തേച്ച് ഞാൻ എടുത്ത എല്ലാം വന്നപ്പോഴത്തേക്ക് സമയം എത്രയായിട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചീനി വേവിച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതുമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ഒരു 3 മണിയായിരുന്നു. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം എത്രയും പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 2 പേരും കൂടി ഒന്ന് ഫോൺ കാണട്ടോ. അപ്പോൾ അവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വരും. നമ്മൾ ഒത്തിരി വർഷം ഇരുന്ന വീടല്ലേ. പിന്നെ പാറു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത കാശിയുടെ ഫോട്ടോ കേട്ടോ. 1 വയസ്സാവുന്നതിന് 1 മാസം മുമ്പ് എന്തോ എടുത്ത ഫോട്ടോ ആയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.